PV അൻവറിനെ UDFന്റെ ഭാഗമാക്കാൻ വൈകുന്നതിൽ പ്രതിഷേധത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ. മലപ്പുറം ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ പിടിവാശിയാണ് തീരുമാനങ്ങൾ വൈകിപ്പിക്കുന്നതെന്നാണ് അവരുടെ ആക്ഷേപം. ഇതിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ മണ്ഡലത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് തൃണമൂൽ കോൺഗ്രസ്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് ഒരിക്കലും തടസ്സമാകരുതെന്ന നിർദ്ദേശം PV അൻവർ നൽകിയിട്ടുള്ളതിനാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് ഇവർ മത്സരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കാനുള്ള തീയതിയുടെ അവസാനമായിട്ടും തൃണമൂൽ കോൺഗ്രസിനെ UDFൽ ഉൾപ്പെടുത്തുന്നില്ല എന്നതാണ് PV അൻവറിനെയും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെയും വെട്ടിലാക്കുന്നത്. PV അൻവർ ആകട്ടെ ഇത്തവണ വളരെ കരുതലോടെയാണ്. ഒരു വാക്കുകൊണ്ടോ പ്രസ്താവന കൊണ്ടോ UDFന് ദോഷമുണ്ടാക്കരുത് എന്ന നിലപാടിലാണ്. പക്ഷേ പ്രവർത്തകരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അൻവറിനെ തൃണമൂൽ കോൺഗ്രസിനെ UDFൽ ഉൾപ്പെടുത്താത്തത് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിലെ ചിലരുടെ താല്പര്യം കാരണമാണെന്നാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. അതിൽ അവർക്ക് പ്രതിഷേധവുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനും ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിലല്ല, മറിച്ച് സർവ്വസ്വതന്ത്രരായിട്ടാണ്. അതായത് അൻവറിനും ഈ സ്ഥാനാർത്ഥികൾക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല, തൃണമൂൽ കോൺഗ്രസിനും യാതൊരു ബന്ധവുമില്ല. നിലമ്പൂർ നഗരസഭയിലും വഴിക്കടവിലും മൂത്തേടത്തും അങ്ങനെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട്. നിലമ്പൂർ നഗരസഭയിൽ 7 വഴിക്കടവിൽ 5 സീറ്റുകളിലും മൂത്തേടത്ത് 6 സീറ്റിലും ഇത്തരത്തിൽ UDFനെതിരെ അല്ലെങ്കിൽ പൊതു സ്വതന്ത്രരായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മത്സരിക്കുന്നു. എന്നാൽ കരുളായിൽ UDFുമായി തൃണമൂൽ കോൺഗ്രസ് ധാരണയായിട്ടുമുണ്ട് 2 സീറ്റിൽ. മുസ്ലിം ലീഗിന് തൃണമൂൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്തണമെന്ന ആഗ്രഹമുണ്ടെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന് ഒരിക്കലും ദോഷം ചെയ്യില്ലെന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുന്നു. മറിച്ച് UDFൽ അവരെ ഉൾപ്പെടുത്താത്ത കോൺഗ്രസിനോടുള്ള ഒരു മറുപടി കൂടിയാകാം ഈ മത്സരം. UDFനെ സംബന്ധിച്ചിടത്തോളം UDFന് നിരുപാധിക പിന്തുണ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ അതായത് ഇതിൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ നേതാവ് PV അൻവർ മൊത്തത്തിൽ ഞങ്ങൾക്ക് തന്ന നിർദ്ദേശവും ആ നിർദ്ദേശാടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാ മേഖലകളിലും നമ്മുടെ പ്രവർത്തകരോട് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം അല്ലെങ്കിൽ PV അൻവർ പറയുന്നത് എന്തുകൊണ്ടാണ് പിണറായിസം തകർക്കുക, വർഗീയത പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, തീവ്രവാദത്തിനും വർഗീയതത്തിനും കൂട്ടുനിൽക്കുന്ന പിണറായിസത്തിനെ ഇല്ലായ്മ ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യുക, സംയമനം പാലിച്ചുകൊണ്ട് UDFനെ പരമാവധി വിജയിപ്പിച്ചെടുക്കാനാണ്. അത് പ്രത്യേകിച്ച് ലീഗുമായിട്ട് നല്ല ധാരണയിൽ ഞങ്ങൾ പോകുന്നത്. എന്തുതന്നെയാണെങ്കിലും നോമിനേഷൻ പിൻവലിക്കാനുള്ള ദിവസത്തിനുള്ളിൽ UDFൽ അൻവറിനെ ഉൾപ്പെടുത്തിയുള്ള തീരുമാനം വന്നാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രവർത്തകർ മത്സരിക്കുന്നത് വളരെ വൈകാരികമായിട്ടാണ്. അവരെ പൂർണ്ണമായും പിന്തിരിപ്പിക്കാൻ ഒരുപക്ഷെ നേതൃത്വത്തിന് സാധിക്കണമെന്നില്ല. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് കണ്ടു തന്നെ അറിയേണ്ടത്. PV അൻവറിനെ UDFൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ UDFന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള തീരുമാനം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ അവർ പിന്മാറുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടു തന്നെ അറിയേണ്ടതാണ്. നിലമ്പൂരിൽ നിന്നും അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.